നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്കൊരു 2-3 വർക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു സ്ഥാപനത്തിലെ വർക്ക് തന്നെയാണ്. ഒരു CPU നമുക്ക് ഹാർഡ് ഡിസ്കിൽ നിന്ന് SSDയിലേക്ക് മാറ്റാനും അതുപോലെ തന്നെ അതിൽ വിൻഡോസ് ചെയ്യാനും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാനോണിൻ്റെ ഒരു പ്രിൻ്റർ, പിന്നെ 60180p ആയിട്ടുള്ള ഒരു മോഡലാണ്. ഇത് നമുക്ക് പവർ കൊടുത്തു കഴിഞ്ഞാൽ പവർ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. SMBS പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമുക്കത് സർവീസ് ചെയ്തതിന് ശേഷം നമുക്കത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതും ചെയ്യേണ്ട ഒരു വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലാപ്ടോപ്പ്, ഡെല്ലിൻ്റെ ലാപ്ടോപ്പാണ്. ആക്ച്വലി ഞാൻ ഇതിൻ്റെ മുന്നൊരു വീഡിയോയിൽ ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. നമുക്കിത് വന്നിട്ട് ഞാനത് റിട്ടേൺ ചെയ്തതാണ്. ഇത് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്രാഫിക്സ് കംപ്ലൈൻ്റ് ആണ്. i5 ഫസ്റ്റ് ജനറേഷൻ ലാപ്ടോപ്പാണ്. നമുക്കൊരു തേർഡ് ജനറേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് NVIDIA ഗ്രാഫിക്സ് നമുക്ക് അത് ബൈപാസ് ചെയ്തിട്ട് പിന്നെ HD ഗ്രാഫിക്സിലേക്ക് മാറ്റാം. ഒരു തേർഡ് ജനറേഷൻ ആണെങ്കിൽ ഈ മദർ ബോർഡിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ ഈ വർക്ക് ഞാൻ റിട്ടേൺ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ സ്ഥാപനത്തിലെ വർക്ക് തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ. അപ്പോൾ അവർക്കൊരു മോണിറ്റർ വേണമെന്ന് സെക്കൻഡ് ഹാൻഡ് പറഞ്ഞത്. അപ്പോഴാണ് അവർ പിന്നെ ഒരു 15.6ൻ്റെ ഒരു Acerൻ്റെ ഒരു മോണിറ്റർ അവിടെ ഓൾറെഡി പാനൽ പോയതുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിൻ്റെ ലാപ്ടോപ്പിൻ്റെ പാനൽ വർക്കിംഗ് ആണല്ലോ. അപ്പോൾ ഈ പാനൽ എടുത്തിട്ട് ഇതിന് പ്ലേസ് ചെയ്യണം. ഈ ലാപ്ടോപ്പിൻ്റെ പാനൽ ഓൾറെഡി വർക്ക് ചെയ്യണതാണ്. ഇതിൻ്റെ പാനലൊക്കെ സെയിം ആണ്. 15.6 ആണ് വരുന്നത്. പിന്നെ ഇത് Acerൻ്റെ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാനൽ എടുത്തിട്ട് ഇതിന് പ്ലേസ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ തന്നെ ഡെഡ് ലാപ്ടോപ്പ്, മോണിറ്റർ കാര്യങ്ങളൊക്കെ ഡെഡായി കഴിഞ്ഞാൽ സാധാരണ സ്ക്രാപ്പായിട്ട് ആക്രിക്ക് കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അതുപോലെ ചെയ്യരുത്. നമ്മുടെ ലാപ്ടോപ്പ് ഇപ്പോൾ പുള്ളി പറഞ്ഞത് എൻ്റെ ഇതൊക്കെ ആക്രി കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണെന്ന്. കാരണം അത് റിട്ടേൺ ചെയ്തതായിരുന്നു. അപ്പോഴാണ് ഈ മോണിറ്റർ ഞാൻ നോക്കിയത്. ഈ മോണിറ്ററിന് എന്താ പ്രോബ്ലം നോക്കി നോക്കുമ്പോൾ അത് പാനൽ ബ്ലറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പുള്ളിനോട് പറഞ്ഞു നമുക്കിത് ഇതിൻ്റെ പാനൽ എടുത്ത് ഇത് മാറ്റിയിട്ട് നമുക്ക് ഈ മോണിറ്റർ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളിതുപോലെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള ലാപ്ടോപ്പ് അത് ഡെഡ് ആണെങ്കിൽ നിങ്ങളുടെ അതിലത്തെ SSD ആണെങ്കിലോ ഹാർഡ് ഡിസ്ക് ആണെങ്കിലോ ഇനി RAM ആണെങ്കിലോ ഒക്കെ നമുക്ക് വേറെ സിസ്റ്റങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇത് പാനൽ എങ്ങനെ മാറ്റുക എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. പിന്നെ നമുക്ക് ഈ ഒരു പ്രിൻ്റർ നമുക്ക് പിന്നെ ഇതിൻ്റെ മുന്നേ ഞാനൊരു HP-യുടെ ഒരു പ്രിൻ്ററിൻ്റെ വീഡിയോ ചെയ്യുന്നു. തൊട്ട് ഇതിന് ഒരു രണ്ട് ദിവസം മുന്നേ. അപ്പോൾ ആ വീഡിയോ നമ്മൾ HP 100p എന്ന് പറഞ്ഞിട്ടുള്ളൊരു 1007, അതായത് 2006 ഇറങ്ങിയിട്ടുള്ള പ്രിൻ്ററാണ്. അപ്പോൾ ഞാൻ അതിൽ തംബ്നെയിലിൽ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് Windows 11 Proയിൽ എങ്ങനെയാണ് ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ 1-2 ആളുകൾ കമൻറ്റ് ആവും ഇതിപ്പോൾ വലിയ സംഭവമാണോ എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളാണ്. പക്ഷേ ഞാൻ ആ വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകൾക്കും അറിയാം എന്താ സംഭവം എന്നുള്ളത്. പക്ഷേ അതിലേക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളിക്ക് വേറെ ആളുകൾ തന്നെ കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ പുള്ളി ഞാനത് ഫസ്റ്റ് തന്നെ ഞാനത് പിൻ ചെയ്ത് വെച്ചിരുന്നു ആ കമൻറ്റ്. പിന്നെ നോക്കുന്ന സമയത്ത് ആ കമൻറ്റ് അതൊന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. മൂപ്പരെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാണ്ടാണ് ആ പുള്ളി അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ടാകുക നമുക്ക് സാധാരണ ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ നെക്സ്റ്റ് ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു രീതി ആയിരിക്കും എന്നുള്ള രീതിയിലാവും പുള്ളി കമൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിലെന്താ പറഞ്ഞു വന്നിട്ട് ഞാൻ ആ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പിന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത് HP 100p എന്നുള്ളത് വിൻഡോസ് XP 32 ബിറ്റാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വിൻഡോസ് 11 Proയിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതും 64 ബിറ്റ്. അപ്പോൾ ഞാനത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട രീതിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റയർ ഫയലിനെ നമ്മൾ ബാച്ച് ഫയലാക്കിയിട്ട് അത് രണ്ടും പാടെ ചേർത്തിട്ട് ഒരു ബിൻ ഫയലാക്കി ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ്. അങ്ങനെ മൊത്തത്തിൽ 3 പാടെ ചേർത്തിട്ട് ഒരു ഡ്രൈവ് ആക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയാണ്. അതൊരു ടഫായിട്ടുള്ള സ്റ്റേജാണ്. കാരണം ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം എനിക്ക് ഒരുപാട് പോസിറ്റീവ് കമൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റെപ്പ് ചെയ്താലുള്ളൂ നമുക്ക്. ഇപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ നമുക്ക് കൂടുതൽ ആളുകളും നമ്മൾ Windows 10 ഇപ്പോൾ ലേറ്റസ്റ്റ് PC-കളാണല്ലോ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ 2006 2007 ഇറങ്ങിയിട്ടുള്ള പ്രിൻ്ററാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പ്യൂട്ടർ ഷോപ്പുകാരും സർവീസറൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഒരിക്കലും ഇതിൽ പ്രൊവൈഡ് ചെയ്യില്ല. അവർക്ക് ഒന്നാമത്തെ ചില ആളുകൾക്ക് അറിയാണ്ടാണ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് അറിയാണ്ടാണ്. അപ്പോൾ ആളുകൾക്കും ഇതിനെക്കുറിച്ചിട്ട് ധാരണ ഉണ്ടാവില്ല, കസ്റ്റമേഴ്സിനും. അപ്പോൾ അവർ പറയും നിങ്ങളെ പ്രിൻ്റർ മാറ്റണം, ഇത് ഈ കമ്പ്യൂട്ടറിൽ സപ്പോർട്ട് ആവില്ല അല്ലെങ്കിൽ ഈ ലാപ്ടോപ്പിൽ സപ്പോർട്ട് ആവില്ല. അപ്പോൾ വെറുതെ ഒരു 10,000-12,000 രൂപ 8,000 രൂപയോളം അടുത്ത് വരും. എനിക്ക് തോന്നുന്നത് Canon 2900 ഒക്കെ ഒരു 8 രൂപ 7 രൂപ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് സ്ക്രാപ്പായിട്ട് ഒഴിവാക്കും. അപ്പോൾ ഞാൻ ആ ഒരു ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ കൊടുത്തത്. പക്ഷേ അത് ചില ആളുകൾക്ക് അറിയാണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഇതും അതേപോലെ തന്നെയാണ് നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് Windows XP-ക്കാണ്. അന്ന് എനിക്ക് തോന്നുന്നു Windows 7 പോലും അന്ന് 2005 2006 ലോഞ്ച് ചെയ്തിക്കണോ ഇല്ല എന്നുള്ളത് അറിയില്ല. ഇല്ലാന്ന് തോന്നുന്നു. കാരണം 2006 Windows 7 ഇല്ല. അപ്പോൾ XP ആണല്ലോ. XP അതും 64 ബിറ്റ് അല്ല 32 ബിറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ കുറിച്ചിട്ട് ഞാൻ അന്ന് ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാതെ തംബ്നെയിൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു കമൻറ്റ് ചെയ്യാമെന്നാവും എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇതും
ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് നമുക്ക് ഓൾറെഡി ഇതിൻ്റെ SMBSന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, കാരണം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തീർത്തതിന് ശേഷം ഞാൻ ഇത് Windows 11 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്, അല്ലെങ്കിൽ Windows 10 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. Windows 11 10 ഒരേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്താൽ മതി. അതുപോലെ തന്നെ ആ HP വീഡിയോ കണ്ട ആളുകളാണെങ്കിൽ എന്തായാലും ഇതും അതേപോലെ തന്നെ വരിക. കാരണം പിന്നെ ലേസർ ജെറ്റിൻ്റെ ഒരു വിധമൊക്കെ 2010 ശേഷം വരുന്നതൊക്കെ നിങ്ങൾ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. അത് എങ്ങനെയാണ് റയർ ഫയൽ പിന്നെ നമ്മൾ ബിൻ ഫയൽ ആക്കുക, അത് മൊത്തത്തിൽ രണ്ടും പാടെ ചേർത്തിട്ട് ഒരു പാച്ച് ഫയൽ ആക്കിയിട്ട് ഒരൊറ്റ ഡ്രൈവ് ആക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ആണ് അത് ചെയ്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാനോ ടൈപ്പ് CPU ഉണ്ട്. ഇത് നമ്മൾ ഓൺലൈൻ പർപ്പസിന് MS ഓഫീസ്, ടാലി, അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ പർപ്പസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതലും ബിൽഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന CPU ആണ്. ഇത് കൂടുതൽ കോൺഫിഗറേഷനും കാര്യങ്ങളൊന്നുമില്ല, ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കമ്മിയാണ്. അപ്പോൾ ഇതും ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലും Windows 7 ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതും ഈ ഒരു സ്ഥാപനത്തിൻ്റെ വർക്കാണ്. അപ്പോൾ പിന്നെ പറഞ്ഞു വരാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രിൻ്ററിന് ഞാൻ പിന്നെ ഈ സ്ഥാപനത്തിൽ ചെന്ന സമയത്ത് ഈ പ്രിൻ്ററും CPU ഒക്കെ അവർ യൂസ് ചെയ്യണത് ഇതുപോലത്തെ ഒരു കോഡിലാണ്. അതായത് ഒരിക്കലും നിങ്ങളെ CPU ആണെങ്കിലും അതുപോലെ തന്നെ പവർ സപ്ലൈ വരുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഫീമെയിൽ പോർട്ടാണ് വരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇതുപോലത്തെ 2 കോർ ഉപയോഗിക്കരുത്. ഇതുപോലത്തെ 3 കോഡ് വയറുകൾ നിങ്ങൾ ഉപയോഗിക്കുക. അതേപോലെ തന്നെ ചില ആളുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളെ സാധാരണ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ നമ്മളെ പ്ലഗ് പോയിന്റ് 1 2 ഉണ്ടാകുക. അപ്പോൾ അവർ സാധാരണ എക്സ്റ്റൻഷൻ കോഡ് കൊടുത്തിട്ടുണ്ടാകുക ഇതുപോലത്തെ ബോക്സ് ആവും. ഒരിക്കലും നിങ്ങൾ ഇതുപോലത്തെ ബോക്സ് കൊടുക്കരുത്. കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ 3 കോഡ് വരുന്ന ഇതുപോലത്തെ ബോക്സ് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എക്സ്പെഷ്യലി നിങ്ങൾ CPU-ന് നിങ്ങൾ 3 കോഡ് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം SMBS ഉള്ള ഡിവൈസുകൾ, അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറിന് ഇൻബിൽഡായിട്ട് പിന്നെ 3 കോഡാണ് വരുന്നത്. നമ്മൾ മൈക്രോ ഓവന് അതുപോലെ തന്നെ ഈ പോർട്ട് വരുന്ന എല്ലാ ഡിവൈസുകൾക്കും, പ്രത്യേകിച്ച് SMBS ഡിവൈസുകൾക്കൊക്കെ നിങ്ങൾ 3 കോഡ് കൊടുക്കുക. അല്ലെങ്കിലൊക്കെ എന്തായാലും പിന്നെ SMBS പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാനൽ എങ്ങനെ മാറ്റാമെന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ സപ്ലൈ ക്ലിയർ ആക്കിയതിനു ശേഷം ഇതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസ്, അതുപോലെ തന്നെ ഇതിലൊക്കെ നമ്മൾ Windows 7 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക, അതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. സോ നമുക്ക് ഇതിൻ്റെ പാനൽ എങ്ങനെ മാറ്റാം നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ, ഇത് പാനൽ മാറ്റലും അതുപോലെ തന്നെ ചില ആളുകൾ, അറിയുന്ന ആളുകൾക്ക് ഇതൊരു കണ്ടന്റ് ആണോ എന്നൊക്കെ തോന്നും. പക്ഷെ അത് അറിയാത്ത ആളുകൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അറിയുന്ന ആളുകൾ എന്തായാലും പാനൽ മാറ്റുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഓൾറെഡി ഞാൻ നമ്മുടെ ഈ ചാനൽ തന്നെ പിന്നെ ലാപ്ടോപ്പിൻ്റെ പാനൽ മാറ്റുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ചാനലിൽ നമ്മളിപ്പോൾ തുടരായിട്ട് ഇപ്പോൾ കുറച്ച് വീഡിയോസുകൾ ഫുള്ള് PC സംബന്ധമായിട്ടുള്ള വീഡിയോസാണ്. നമ്മൾ ആൾറൗണ്ട് ടെക് വീഡിയോ ചാനൽ എന്ന് പറഞ്ഞിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഇത് പിന്നെ 1-2 വർക്കുകളൊക്കെ വേറെ ഉണ്ട്. ഒരു BLDC ഫാന് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു TVയുടെ ബാക്ക് ലൈറ്റ് മാറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട്, അതേപോലെ മിക്സി കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ ആൾറൗണ്ട് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ ഞാനിതിൽ ഈ ചാനൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വെറും PC സംബന്ധമായിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ പാനൽ മാറ്റുന്ന വീഡിയോസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണാം.
അപ്പോൾ നമ്മുടെ വർക്ക് ഏറെക്കുറെ കഴിഞ്ഞു. നമ്മൾ പിന്നെ ഡെല്ല് ലാപ്ടോപ്പിൻ്റെ പാനൽ എടുത്തിട്ട് ഏസറിലിട്ടു. അപ്പോൾ അത് വർക്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോയിൽ 2 വർക്ക് ചെയ്യണം എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ തന്നെ നമുക്ക് ലെങ്ത്ത് കൂടി. അത് കാരണം അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് പിന്നെ ഓൾറെഡി നമുക്ക് ആ പ്രിൻ്ററിൻ്റെ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആണ്. അത് SMPS പവർ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പവർ സപ്ലൈ സർവീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് വിൻഡോസ് ലെവലിൽ അതിൻ്റെ ഡ്രൈവ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു മിനി PC ഉണ്ടല്ലോ, അതിൽ നമ്മൾ വിൻഡോസ് എങ്ങനെ ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മൾ സാധാരണ ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലും ചെയ്യുന്ന രീതിയിലല്ല അതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട വിധം. അപ്പോൾ അതും കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലാപ്ടോപ്പ് ഞാൻ റിമൂവ് ചെയ്തത് എല്ലാ ലാപ്ടോപ്പിൻ്റെയും നമ്മൾ ഫ്രെയിം റിമൂവ് ചെയ്യുന്ന സമയത്ത് ചില ലാപ്ടോപ്പിൻ്റെയൊക്കെ 4 സൈഡിലും കോർണറിൽ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു മോഡലിൽ അതില്ല. അതുപോലെ തന്നെ പാനൽ ഡിസ്പ്ലേ ഈ മോണിറ്ററിൻ്റെ പാനൽ ഏറെക്കുറെ മാറ്റാനൊക്കെ അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. സോ ഞാൻ ഈ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ ലാപ്ടോപ്പ് നമ്മളിതുപോലെ നമ്മളെ ഡെഡ് വർക്ക് ചെയ്യാത്ത ലാപ്ടോപ്പുകൾ അതുപോലെ തന്നെ മോണിറ്ററും നിങ്ങൾ പ്രത്യേകിച്ച് സ്ഥാപനമോ ഓഫീസോ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എന്തായാലും അതൊക്കെ ഒരു മൂലയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്പെയർ കാര്യങ്ങളൊക്കെ ഇതുപോലെ യൂസ്ഫുൾ ആവും. അപ്പോൾ കൂടുതലും ഒരു ടെക്നീഷ്യൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള വീഡിയോസുകളാണ് ഞാൻ കൂടുതലും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.